അപ്പോൾ ബഹുമാന്യമായ മാതാപിതാക്കളും സഹോദരന്മാരുമായുള്ളവർ, വലിയ ശബ്ദമൊന്നുമില്ല, എന്നാൽ ഉള്ള ശബ്ദത്തിൽ നിങ്ങളോട് ആ യാഥാർത്ഥ്യമായ കാര്യം വിളിച്ചറിയിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവനെന്ന്. ഇതിന് കാരണം യേശുക്രിസ്തുവിൻ്റെ ആഗമനം തന്നെയാണ് സ്വർഗരാജ്യത്തിൻ്റെ ആഗമനം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെയാണ് സ്വർഗരാജ്യം എന്നുള്ളത് ലോകം തിരിച്ചറിയണം. അപ്പോൾ ലോകം തിരിച്ചറിയാതെ വന്നതിന്, അല്ലെങ്കിൽ തിരിച്ചറിയാതെ വന്നതുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രസംഗിക്കുവാനിടയായത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. യേശു പരസ്യ ശുശ്രൂഷ നടത്തിയപ്പോൾ രോഗികളും അതുപോലെ തന്നെ ഭൂതം ബാധിച്ചവരും കണ്ണു കാണാൻ പാടില്ലാത്തവരും നടക്കാൻ പാടില്ലാത്ത മുടന്തന്മാരുമൊക്കെ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശു അവരെയൊക്കെയും സൗഖ്യമാക്കി. അവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ സംഭവിച്ചു. അതവർ അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ യേശു പിന്നീട് അതിലെ ആ വഴിക്ക് തിരിച്ചു വന്നപ്പോൾ അവരിൽ ആരും മാനസാന്തരപ്പെട്ട് കണ്ടിട്ടില്ല. കാരണം താൻ ദൈവം തന്നെയാണെന്നും ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ലെന്നും ഈ ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടും അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അവരതിനെ വിശ്വസിച്ചുമില്ല എന്ന് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ആയതിനാൽ തിരുവെഴുത്ത് പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത് എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തി. അത് മനുഷ്യൻ ബോധ്യപ്പെട്ടിട്ടും അതിനെ തിരിച്ചറിയാതെ ഉൾക്കൊള്ളാതെ മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് യേശു ഇപ്രകാരം പറയുവാനിടയായത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ മാത്രമേ ഓരോ മനുഷ്യനും അവനിലുള്ള കുറവുകളെ കണ്ട് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും അതിനെ തിരുത്തുവാനും കഴിയുകയുള്ളൂ.
അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ നാം ആണെങ്കിൽ തീർച്ചയായും സോരിലും സീദോനിലും ഉള്ള ജനങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ന്യായവിധിയേക്കാൾ അധികം എൻ്റെ അല്ലെങ്കിൽ യേശുക്രിസ്തു ചെയ്ത വീര്യപ്രവർത്തികളെ അനുഭവിച്ചവർ യേശുവിനെ സ്വീകരിക്കാതെ വന്നപ്പോൾ യേശു പറഞ്ഞതാണ് അപ്രകാരം. ആയതിനാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന് നേടുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്ന് നാം ലോകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. സമാധാനമില്ലാത്ത രാജ്യങ്ങൾ, ജനങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങുവാനോ അവർക്ക് പുറത്തിറങ്ങി നടക്കുവാനോ കഴിയാൻ പാടില്ലാത്ത അവസ്ഥകളിൽ പല രാജ്യങ്ങളും ഇന്നായിത്തീർന്നിരിക്കുന്നു. ഇതൊക്കെയും തിരുവചനം വിളിച്ചു പറയുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അടയാളങ്ങളാണ് എന്ന്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് പറഞ്ഞത്, ഞാൻ കാണിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നിങ്ങൾ തിരിച്ചറിയുന്നില്ല, നിങ്ങളതിനെ ഉൾക്കൊള്ളുന്നില്ല, നിങ്ങളതിനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ സോരിലും സീദോനിലുമുള്ള മനുഷ്യർക്ക് ന്യായവിധി ഉണ്ട്. എന്നാൽ അവരെക്കാൾ അധികം ന്യായവിധി ഇതെല്ലാം കണ്ടിട്ടും അംഗീകരിക്കാത്ത ഈ ലോകത്തിൻ്റെ മേൽ ഞാൻ ചുമത്തും എന്നാണ് യേശു പറഞ്ഞത്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങൾ, ഇവിടെ 15-ാമത്തെ വാക്യം പറയുന്നതും ഇപ്രകാരം തന്നെയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ടുകൊള്ളുവിൻ എന്ന്. അപ്പോൾ മാനസാന്തരം ഒരു മനുഷ്യന് ഉണ്ടാകണമെങ്കിൽ അവൻ സ്വയം മാനസാന്തരപ്പെടുവാൻ കഴിയുകയില്ല. അതിന് ഒരു കാരണം നമുക്കുണ്ടായിരിക്കണം. അതുതന്നെയാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് മാനസാന്തരത്തിലേക്ക് വരുന്നത്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിലല്ലാതെ ഒരു മനുഷ്യനും അവനിലുള്ള പാപത്തെ തിരിച്ചറിയുവാനോ ബോധ്യമാക്കുവാനോ അതിനെ തിരുത്തുവാനോ കഴിയുകയില്ല എന്ന് തിരുവചനം വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. കാരണം സകല മനുഷ്യനും ഒരു ന്യായവിധിയുണ്ട്. അതാരായിരുന്നാലും ആ ന്യായവിധിയിൽ നിന്ന് മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതാണ്. അതാണ് പറയുന്നത്. ഈ 11-20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ പിന്നെയും വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. സോദോമിനും ഗോമോറോയ്ക്കും വരുന്നതിനേക്കാൾ വലിയ ശിക്ഷാവിധിയായിരിക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവർക്കും മാനസാന്തരപ്പെടാത്തവർക്കും പാപമെന്താണെന്ന് തിരിച്ചറിയാത്തവർക്കും സംഭവിക്കുവാനിരിക്കുന്നത് എന്ന് ഇവിടെ വിളിച്ചു പറയുകയാണ്. സോദോമിനും ഗോമോറോയ്ക്കും വരുന്നതിനേക്കാൾ വലുതാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് പറയുന്നത്. യേശുവിനെ അവർ കണ്ടിട്ടില്ല. എന്നാൽ യേശുവോ ഇപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ ഇറങ്ങി വരികയും താൻ ആരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെയും നാം മാനസാന്തരപ്പെടാതിരുന്നാൽ തീർച്ചയായും ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഒരിക്കലും നമ്മൾക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരും ബഹുമാന്യരായവരുമേ, നമുക്കെന്താണ്? നമ്മുടെ ഹൃദയത്തിലാണ് ദൈവത്തെ സ്വീകരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിച്ചിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെ കൊണ്ട് ഈ ലോകത്ത് ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ വെളിച്ചമെന്ന് പറയുന്നത്. ദൈവം വെളിച്ചമാണ്. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും. ആ പ്രകാശത്തെ ആർക്കും ഇല്ലാതെയാക്കുവാൻ കഴിയുകയില്ല. അതാണ് യേശുവിനെ ഒരു മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ അവൻ അന്ധകാരത്തിലല്ല ജീവിക്കുന്നത്, അവൻ പ്രകാശത്തിലാണ് ജീവിക്കുന്നത്. അവനാ യേശുവെന്ന വെളിച്ചത്തിൽ കൂടി അന്ധകാരത്തെ തിരിച്ചറിയുവാൻ കഴിയും.
അതെനിക്ക് ദോഷം ചെയ്യുന്നതാണെന്നും ഞാൻ ആ വഴികളിൽ കൂടി പോയെന്നാൽ ഞാൻ വീണുപോകുമെന്നും എൻ്റെ തലമുറകളും വീണുപോകുമെന്നും ബോധ്യമാകുവാൻ വേണ്ടിയാണ് യേശു ജീവൻ്റെ വെളിച്ചമാണെന്ന് തിരുവെഴുത്ത് ബോധ്യപ്പെടുത്തുന്നത്. ആയതിനാൽ ഓരോ മനുഷ്യൻ്റെയും ആയുസ്സിൽ അവന് നേടുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം മാനവരാശിയുടെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിനു വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സകല മനുഷ്യരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ സമാധാനവും സന്തോഷവും എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.